क्या हो गया बड़ा भाई? हमारा फिल्म डायरेक्टर को नया स्टोरी मिल गया क्या? എടാ പച്ച പാകിസ്ഥാനി സാലേ അത് രാവിലെ തന്നെ എന്റെ വായിന്ന് വല്ലതും കേട്ട് കഴിഞ്ഞാലേ നിനക്കൊക്കെ സമാനം വരില്ലോ അല്ലടാ. अरे सचिन भाई, इतने जल्दी गुस्से आ क्या? मैं मचा किया यार. മതി മതി, ഇനി ഈ കാര്യത്തിന്റെ പേരിൽ രാവിലെ തന്നെ തുടങ്ങണ്ട. സച്ചി, ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായില്ലേ? പോയേ കുളിച്ച് റെഡി. ദേ ജോസഫേട്ട അവനോട് മിണ്ടായിരിക്കാൻ പറ, ഇല്ലെങ്കിൽ അവന്റെ ഒരു മജാക്കിയ. ഈ പ്ലാമൂട്ടത്തിൽ ജോസഫേട്ടന്റെ മുറി ഇത് തന്നെയാ, ഞാനാണ് ജോസഫ്. ജോസഫേട്ട, ഞാൻ ദേവരാജ് സാറ് പറഞ്ഞില്ലേ? ആ ഓക്കെ ഓക്കെ, കിരൺ ദേവ് അല്ലേ? വരൂ കിരൺ, വാ. ദേവരാജൻ വിളിച്ചിരുന്നു. ഇന്നലെ രാത്രി വരുമെന്നല്ലേ പറഞ്ഞത്? രാത്രി കുറെ നേരം ഞാൻ കാത്തിരുന്നു. പിന്നെ കരുതി എനിക്ക് തെറ്റുപറ്റിയതാവുന്നു. കമ്പനിയുടെ ആള് കൂട്ടാൻ വരുമെന്നാ പറഞ്ഞത്. 1-2 മണിക്കൂർ അവിടെ കാത്തിരുന്നു. പിന്നെ അവിടെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയിരുന്നല്ലോ. അതിന് ഫോൺ വേണ്ടേ? അവസാനം നേരം വെളുത്തപ്പോ ഒരു മലയാളി ചേട്ടനെ കണ്ടു. അയാൾ സഹായിച്ച് ഒരുവിധം ഈ സ്ഥലം തപ്പിയെടുത്തു. ഹലോ, ജോസഫേട്ടൻ പറഞ്ഞ പുതിയ ആളാ? പുതിയ ആളാ. നമസ്തേ, ഞാൻ സച്ചിദാനന്ദൻ കീഴിലം. വെൽക്കം ടു കുവൈത്ത്. സിനിമയൊക്കെ ഇഷ്ടാണോ? എന്റെ സച്ചിൻ, വന്നതേ ഉള്ളൂ. ഇനി ഒരുപാട് സമയമുണ്ട് പരിചയപ്പെടാൻ. നീ അവിടെ പോയിരിക്കും. ഓ ആയിക്കോട്ടെ. हाँ जोसेफ भाई, हमारा नया आदमी आ गया. नमस्ते जी, मेरा नाम परवेश अली हुसैन. बैठे बैठे. നമസ്തേ, ഐ ആം കിരൺ ദേവ്. നമ്മളിവിടെ തീറ്റിപ്പണ്ടാർ അലിന്ന് വിളിക്കും. ആളൊരു പാവ, പാകിസ്ഥാനിയാണെന്നുള്ളൂ. ഉള്ളു ശുദ്ധ, പിന്നെ തീറ്റി. അതവന്റെ കൂടെ പ്രപ്പ. അപ്പോ അയാൾ ഇന്ത്യക്കാരനല്ലേ? ആയിരുന്നു അവന്റെ അപ്പനപ്പൂപ്പന്മാർ. അതൊക്കെ നമുക്ക് വൈകുന്നേരം സംസാരിക്കാം. കിരൺ പോയി കുളിച്ച് ഫ്രഷ് ആവുക. യാത്ര ക്ഷീണം കാണില്ലേ? ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഞങ്ങൾ ഇങ്ങെത്തും. എന്റെ സച്ചി, നീയൊന്ന് നടക്ക്. കമ്പനി ബസ് പോയാൽ പിന്നെ ടാക്സി വിളിക്കേണ്ടി വരും. അയ്യോ, സമയം കഴിഞ്ഞു. അപ്പൊ ശരി, വൈകിട്ട് കാണാം. ജോസഫേട്ടാ ഓടിക്കോ. സച്ചി നിൽക്കടാ, ഞാനുണ്ട്. കിരൺ വന്നിട്ട് കാണാം. അല്ലത് എന്തു പറ്റി? വന്ന പാടെ കിടക്കുകയാണോ? കുളിയൊക്കെ കഴിഞ്ഞ് ആ ഡ്രസ്സൊന്ന് മാറ്റിക്കൂടായിരുന്നു നിനക്ക്? സാരമില്ല, ഇന്നലെ രാത്രി ഉറങ്ങി കാണില്ലല്ലോ. ചെല്ലേ, ഒന്ന് കുളിച്ചിട്ട് വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അത് ഈ നാടും വീടൊക്കെ ഉപേക്ഷിച്ച് പെട്ടെന്ന് വിട്ട് വന്നതിന്റെ വിഷമം കൊണ്ടാ. 1-2 മാസം എടുക്കാം അതൊന്ന് ശരിയാവാൻ. സാരമില്ലടോ. हाँ बीबी. हाँ भैया. ബായ്. ജോസഫേട്ട ഒന്ന് വന്നേ. എടാ, എന്തു പറ്റി നിനക്ക്? അത് ജോസഫേട്ട, എനിക്ക് വേറെ ഏതെങ്കിലും ഒരു മുറി ശരിയാക്കി തരുമോ? എന്തു പറ്റിയെന്ന് നീ പറ. ഇന്ന് വന്നല്ലേയുള്ളൂ. ചേടാ, ജോലിക്കൊക്കെ കയറട്ടെ, എന്നിട്ട് നമുക്ക് വേറെ റൂം നോക്കാം. അതല്ലേ നല്ലത്? ഇതൊന്നും പോരാത്തതിന് കമ്പനി അക്കോമഡേഷൻ ഫുള്ളാണ്. താരതമ്യേന ഇത്തിരിയെങ്കിലും സൗകര്യമുള്ളത് നമ്മുടെ റൂമിലാണ്. മറ്റെല്ലാ മുറികളിലും 5-10 പേര് തിങ്ങി നിറഞ്ഞിരിക്കുക. നിനക്കറിയാഞ്ഞിട്ടാ. ആദ്യം ഇത്തിരി അസൗകര്യമൊക്കെ തോന്നും. തൽക്കാലം നിനക്ക് ഇവിടെ നിന്നാ പോരെ? ജോസഫേട്ടാ, എന്താ പ്രശ്നം? എടാ സച്ചി, കിരണ് നമ്മുടെ മുറിയിൽ സൗകര്യക്കുറവാണെന്ന്. ഓ, അതാണോ കാര്യം? എന്റെ പൊന്നുമോനെ, ഈ കമ്പനി അക്കോമഡേഷനിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല റൂമാ നമ്മുടെ. പിന്നെ മറ്റെല്ലാ റൂമുകളും അഭയാർത്ഥി ക്യാമ്പ് പോലെയാ. ഓക്സിജന് പോലും പിടിവലിയാ. നാട്ടിൽ നിന്ന് വരുമ്പോ ഇതൊക്കെ പതിവാ. 1-2 ആഴ്ച കഴിയുമ്പോ ഇതൊക്കെ ശീലായിക്കോളും.
നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നാടും വീടും വിട്ടു വന്നതിന് സങ്കടമോ ഒന്നുമല്ല. എനിക്ക് വയ്യ ആ പാകിസ്ഥാനോടൊപ്പം താമസിക്കാൻ, അത് ഒരുമിച്ച് ഒരു റൂമിൽ. എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അപ്പൊ ഇതായിരുന്നു കാര്യം. ഞങ്ങളാകെ പേടിച്ചു പോയല്ലോ. താനിപ്പോ ഇന്ത്യയിലല്ല, ഗൾഫില്. ഇവിടെ നമ്മള് സുഖവാസത്തിന് വന്നതല്ല. എല്ലാം കൂടെ പണിയെടുത്ത് 4 കാശ് കുടുംബത്തിലേക്ക് അയക്കണം. എടാ കിരണേ, നാട്ടിലെ അഭ്യസ്തവിദ്യരായ പിള്ളേര് കലിങ്കയിലും ബസ് സ്റ്റോപ്പിലും ഇരുന്ന് വായി നോക്കി വൈറ്റ് കോളർ ജോബിന് വേണ്ടി പരന്ന് നടക്കുക. അവർക്കൊരു തൂപ്പുകാരന്റെ വിസയായാലും മതി. ഇവിടെ നമുക്ക് പാകിസ്ഥാനിയെന്നോ ബംഗ്ലാദേശിയെന്നോ ഒന്നുമില്ല. ഇവിടെ നമ്മളെല്ലാവരും ഒരുപോലെയാ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും. എൻ്റെ വ്യക്തിപരമായ വെറുപ്പോ വിദ്വേഷമോ അല്ല എനിക്ക് അയാളോടുള്ളത്. ഒരു കുടുംബത്തിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ കണ്ണീരും കഥയുമുണ്ട് അതിൻ്റെ പിന്നിൽ. ഒരു 1.5 വർഷം പഴക്കം ഉണ്ടാവും ഈ കഥയ്ക്ക്. അത്ര പെട്ടെന്നൊന്നും ഒരു ഇന്ത്യക്കാരന് മറക്കാൻ കഴിയില്ല. ഒരു ഡിസംബർ മാസത്തിലെ മഞ്ഞുമൂടിയ രാത്രി ജമ്മു ആൻഡ് കാശ്മീരിലെ പുഞ്ച് പ്രവിശ്യയിൽ BSFന്റെ 132 ബറ്റാലിയൻ കമാൻഡോ രമൺ നായിക്കിന്റെ നേതൃത്വത്തിലുള്ള 23 അംഗ സംഘം 4.5 മണിക്കൂർ കൗണ്ടർ ഫയറിംഗ് കഴിഞ്ഞു നിൽക്കുന്ന സമയം അപ്രതീക്ഷിതമായ ഒരു ആക്രമണം. തിരിച്ചടിക്കാൻ ഒരു പഴുതുപോലും നൽകാതെ 50ഓളം വരുന്ന കാശ്മീർ വിഘടനവാദികളായ പാകിസ്ഥാൻ ചാരന്മാർ പുറകിൽ നിന്നും വെടിയുതിർത്തു. നമ്മുടെ 18 സൈനികർ തൽക്ഷണം മരിച്ചു വീണു. അരയ്ക്ക് താഴെ വെടിയേറ്റ മേജർ കിഷോർ ദേവ്, വിക്രം സിംഗ് എന്നീ 2 സൈനികരെയും തീവ്രവാദികൾ വലിച്ചിടിച്ചു കൊണ്ടുപോയി. എന്തിനെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും ഒന്നു മാത്രം അറിയാം: അവരെ പാകിസ്ഥാൻ അതിർത്തിക്കുമപ്പുറം കൊണ്ടുപോയി എന്ന്. ഒടുവിൽ കാശ്മീരിലെ പുഞ്ച് പ്രവിശ്യയിൽ നിയന്ത്രണ രേഖയിൽ പെട്രോളിംഗ് ഇറങ്ങിയ ജവാന്മാർ തല വെട്ടിമാറ്റിയ നിലയിൽ ദുർഗന്ധം വമിക്കുന്ന 2 ശവശരീരങ്ങൾ കണ്ടു. വിശദമായി പരിശോധിച്ചു. പാകിസ്ഥാൻ നരാധന്മാർ ബാക്കിവെച്ച പട്ടാളക്കുപ്പായത്തിലെ നെയിം ബോർഡിൽ നിന്നും ശവശരീരം തിരിച്ചറിഞ്ഞു. മേജർ കിഷോർ ദേവും വിക്രം സിംഗും. മൃഗങ്ങൾ പോലും കാണിക്കാത്ത ക്രൂരത പാകിസ്ഥാൻ നമ്മുടെ ജവാന്മാരോട് കാണിച്ചിരിക്കുന്നു. പിറന്ന നാടിനും പെറ്റമ്മയ്ക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ മുഖം പോലും ഇല്ലാതെ ത്രിവർണ പതാകയിൽ പൊതിഞ്ഞ ശവശരീരങ്ങളിൽ ഒന്ന് പഞ്ചാബിലേക്കും മറ്റൊന്ന് കേരളത്തിലേക്കുമായിരുന്നു കൊണ്ടുപോയത്. പിന്നെ ഭാരതത്തിലെ 130 കോടി ജനങ്ങളിൽ ഒരാളായി മാത്രം ആ സങ്കടം കടിച്ചമർത്താൻ എനിക്ക് കഴിയില്ലായിരുന്നു. കാരണം ദേശീയ പതാകയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന ആ ശവശരീരം എത്തിയത് എന്റെ വീട്ടുമുറ്റത്തായിരുന്നു. മേജർ കിഷോർ ദേവ്, എന്റെ സ്വന്തം കൂടപ്പിറപ്പ്. മേജർ കിഷോർ ദേവിന്റെ അനിയനാണെന്ന് ഇപ്പോഴല്ലേ ഞങ്ങൾ അറിയുന്നത്. നാടും വീടും വിട്ടുവരുന്ന ഒരു തുടക്കക്കാരനായ ഏതൊരു പ്രവാസിക്കുണ്ടാവുന്ന ഒരുതരം ഫ്രസ്ട്രേഷൻ, അത്രേ ഞാനും കരുതിയിരുന്നുള്ളൂ. ഇതിപ്പോ സാരമില്ല സച്ചേട്ടാ, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. രാജ്യത്തിന് നഷ്ടപ്പെട്ടത് ധീരനായ ഒരു ജവാനെയാണ്. പക്ഷെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളെ കുടുംബത്തിന്റെ നെടുന്തൂണയാണ്. ഞങ്ങളെ സ്വന്തം കിച്ചുവേട്ടൻ. അച്ഛൻ മരിച്ചത് പിന്നെ കിച്ചുവേട്ടനായിരുന്നു ഞങ്ങളുടെ എല്ലാം. നഷ്ടം തന്നെയാണ്. അത് നികത്താൻ പറ്റാത്തതുമാണ്. കിരണിന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെ ചിന്തിക്കൂ. അതിലൊരത്ഭുതമില്ല. എങ്കിലും ഇത് ജീവിതമല്ലേ, മുറിഞ്ഞെടുത്തൊന്നും ഏച്ചു കിട്ടിയേ പറ്റൂ. അറിയാം സച്ചേട്ടാ, ആ ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മരുഭൂമിയിലേക്ക് കയറി വന്നത്. എന്നാലും ആ പാകിസ്ഥാനെ കാണുന്ന ഓരോ നിമിഷവും എന്റെ കിച്ചുവേട്ടന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരും. കിരൺ വാ, നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഗൾഫിൽ വരുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷയായിട്ടാണ് ഞാൻ വന്നതെന്നറിയാം. 30 വർഷത്തെ പ്രവാസ ജീവിതം എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. 5 വർഷം ജോലി ചെയ്ത് 4 കാശുണ്ടാക്കി കുടുംബത്തേക്ക് തിരിച്ചു പോകണമെന്നാണ് ഞാൻ വിചാരിച്ചു. ഇപ്പം 30 വർഷമായി. ഈ മരുഭൂമിയിലോട്ട് കയറി വരുന്ന ഏതൊരാൾക്കും ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കാണും. പക്ഷെ ഒന്നിനു പുറകെ ഒന്നായി ഓരോ ബാധ്യതകൾ കൂടി വരും. നമ്മുടെ സലീം അഹമ്മദിന്റെ പത്തേമാരി എന്ന് പറഞ്ഞ പടത്തിൽ മമ്മൂക്ക പറഞ്ഞൊരു ഡയലോഗില്ലേ, അത് 100% ശരിയാ. ഈ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ കൈമ പറ്റിയ വിളഞ്ഞീര് പോലെ, എത്ര തൂത്താലും തുടച്ചാലും പോവില്ല. ഞാനിന്ന് മാനേജറെ കണ്ടിരുന്നു. ഒരു പക്ഷേ മിക്കവാറും ഈ ആഴ്ച തന്നെ കിരണ് ജോലി കിട്ടും. ഒരു വിഷമം അറിയിക്കാതെയാ കിച്ചുവേട്ടൻ എന്നെ നോക്കിയത്. ഒരു അനിയനെ കണക്കല്ല, മകനെ പോലെ. കിച്ചുവേട്ടൻ പോയപ്പോൾ എല്ലാം അവസാനിച്ചു. സാരമില്ലടോ, എല്ലാം ശരിയാവും. നാട്ടിലെ കല്യാണ ഉത്സവം, അവിടെയുള്ള ആൾക്കൂട്ടം, അവിടെ ഒന്നും നമ്മൾ കാണൂല. ഓരോ വർഷം കഴിയും തോറും അതെല്ലാം നമുക്കൊരു സ്വപ്നം മാത്രമായി മാറും.
अरे बड़ा भाई, तुम लोग किधर गया? मैं इतना इंतजार किया था। सोने के पहले थोड़ा स्वीट्स खाओ। अरे परवेश भाई, क्या हो गया? तुम फिर पिताजी बन गया है क्या? मेरे को एक छोटा लड़का आ गया। ये लो किरण जी, थोड़ा स्वीट्स खाओ। ഐ ഡോണ്ട് വാണ്ട് യുവർ സീറ്റ്സ്. എടാ അത് വാങ്ങി കഴിക്കടാ, അയാളുടെ ഒരു സന്തോഷം തരുന്നില്ലേ? എന്തിനാ എൻ്റെ സച്ചിയേട്ടാ ഒരു 20 വർഷം കഴിഞ്ഞ് നെഞ്ചത്ത് ബോംബും കെട്ടിവെച്ച് ഇന്ത്യക്കാരെ കൊല്ലാൻ ഒരാളെ കൂടി കിട്ടിയതിന് അത് വാങ്ങി തിന്നാ എൻ്റെ കിച്ചുവേട്ടൻ്റെ ആത്മാവ് പോലും എന്നോട് പൊക്കെ. कस के जूता कस के बेल्ट खोस के अंदर अपनी शर्ट मंजिल को चली सवारी कंधों पे जिम्मेदारी हाथ में फाइल मन में दम मीलों मील चलेंगे हम हर मुश्किल से टकराएंगे टस से मस ना होंगे हम दुनिया का नारा जमे रहो मंजिल का इशारा जमे रहो दुनिया का नारा जमे रहो मंजिल का इशारा जमे रहो यहाँ अलग अंदाज है जैसे छिड़ता कोई साज है हर काम को टाला करते हैं ये सपने पाला करते हैं ये हरदम सोचा करते हैं ये खुद से पूछा करते हैं क्यों दुनिया का नारा जमे रहो क्यों मंजिल का इशारा जमे रहो ആ കിരൺ, ഇന്ന് നേരം വൈകിയോ? ഇന്ന് വീക്കെൻഡ് അല്ലേ, നല്ല തിരക്കായിരുന്നു. ഇറങ്ങിയപ്പോൾ കമ്പനി ബസ് മിസ്സായി, പിന്നെ ഒരു ടാക്സി വിളിച്ചു പോന്നു. കിരൺ, നിനക്ക് പരവേഷിന്റെ കൂടെ വരാമായിരുന്നില്ലേ? അവന് വണ്ടി ഉണ്ടായിരുന്നില്ലേ? എനിക്കെങ്ങും വേണ്ട അവൻ്റെ ഔദാര്യം. परवेश क्या हो गया? इतने मूड ऑफ क्यों? उसको मैं 10 बार बोला था मेरे गाड़ी में आने के लिए, लेकिन वो मेरे को इंसल्ट किया. ऑफिस का बहुत आदमी था उधर. എടാ സച്ചിൻ, ഇതിങ്ങനെ പോയി എവിടെ ചെന്ന് അവസാനിക്കും? പർവേസ് അറിയട്ടെ കിരണിന്റെ പ്രശ്നം എന്താണെന്ന്. അത് ശരിയാ. ജോസഫേട്ടാ, ഉം, എനിക്കൊരു സമാധാനവും ഇല്ല. എന്ത് പറ്റി? ഭാര്യയ്ക്ക് സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കാത്തുള്ള വിഷമമാണോ നിനക്ക്? അതല്ല, നമ്മൾ ഈ പെട്രോളും തീയും ഒരു റൂമിൽ വെച്ചിട്ട് പോന്നല്ലേ, എങ്ങനെ തീ പിടിച്ചാലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ. പർവേഷിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൻ ഇനി ഒന്നും മിണ്ടാൻ പോകുന്നില്ല. അതിർത്തിയിലെ സമാധാനം തകരാതിരുന്നാ മതിയായിരുന്നു. किरण, किरण, आप ठीक है ना? क्या हो गया तुमको? किरण, 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 ओपन, किरण, 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 उठो. क्या हो गया? क्या हो गया तुमको? किरण, छोड़ो साले, छोड़ो, किरण, छोड़ो, किरण, मुझे मारना. किरण. किरण, किरण, उठो. अब ठीक नहीं है.
ഉണ്ടോ കിരൺ? കിരൺ, നിനക്കിപ്പോ മനസ്സിലായോ പർവേസിനെ? ആളൊരു ശുദ്ധനാ. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് കരുതി ആശ്വസിക്കാം. താൽക്കാലികമായെങ്കിലും ഈ ശത്രുത മറന്നേ പറ്റൂ. ഇന്നിനെ പുതിയ ചിന്തകൾ കൊണ്ട് സമ്പന്നമാക്കാൻ, അല്ലാതെ ഇന്നലത്തെ ചിന്തകൾ കൊണ്ട് മലിനാക്കുക അല്ല വേണ്ടത്. ഞാനിനി എന്താ ചെയ്യേണ്ടത്? ഏയ് കിരൺ, എന്താ കിരൺ? തൻ ഉലയിലെൻ മനമുരുകവേ എരിയുമോരോ പകലിലും വെയിലുപോൽ ഞാനലയവേ ഉണരുമിന്നീ പുലരി തൻ ഉലയിലെൻ മനമുരുകവേ എരിയുമോരോ പകലിലും വെയിലുപോൽ ഞാനലയവേ തനിയേ ഞാനുമെൻ സ്വപ്നവും ഇവിടെ ചിന്തകൾ ചെറുനാളമായി കാറ്റിലണയുമ്പോ ചിന്തുകൾ താലോലമായി എന്നിലലിയുന്നു ചിന്തകൾ ചെറുനാളമായി കാറ്റിലണയുമ്പോ ചിന്തുകൾ താലോലമായി എന്നിലലിയുന്നു ഓർമ്മകൾ നിഴലായി പിന്തുടരുമ്പോൾ ഓർക്കുവാൻ വേദനകൾ എന്നോർമതൻ വേദനകൾ തനിയേ തനിയേ ഞാനുമെൻ സ്വപ്നവും ഇവിടെ അഴലിനലകളിലൊഴുകിയൊഴുകി തീരമണയാതിന്നു ഞാൻ തിരകൾ തഴുകും കരയിലെഴുതിയ വരികളായി മാറുന്നു ഞാൻ കനവിലെൻ മൗനവും കരയുമെൻ ഹൃദയവും കനിവിനായി കേഴുന്നു നിൻ കനിവിനായി